थोड़ा थोड़ा सब जगह से सीखा. मेन तो करण जी से ही सीखा सब कुछ, लेकिन फिर भी हर एक डायरेक्टर से कुछ ना कुछ सीखने को मिलता है. बिल्कुल बिल्कुल. मेरा लास्ट प्ले जयरूप जीवन जी के साथ ही था, ढाई आखिर प्रेम का. इसमें क्या हुआ था, तब तक मैं आवाज़ की दुनिया की काफ़ी बड़ी शख्सियत बन चुकी थी. तो मैं हीरोइंस करती थी ज़्यादातर. उस समय सिर्फ फिल्में चला करती थी. उस समय सीरियल तब तक इंट्रोड्यूस नहीं हुए थे. इंट्रोड्यूस तो हुए थे लेकिन बहुत कम, और डीडी पे ही होते थे, और वो हफ्ते में एक दिन आता था, और वो भी डबिंग नहीं होती थी. മഴയുടെ ഒരു ലക്ഷണം കാണുന്നു. ബുള്ളറ്റ് ബൈക്കാണ് ചെത്താമണ്ണെല്ലാം. സീബ്ര ലൈനും വിദേശ രാജ്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ ജഡ്ജിമാരും കുറേ മിനിസ്റ്റർമാരും രാഷ്ട്രീയക്കാരും MVDക്കാരും വിദേശ രാജ്യങ്ങളിൽ സീബ്ര ലൈൻ പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സീബ്ര ലൈനിൻ്റെ ഫ്രണ്ട് റോഡിൽ റെഡ് കാണിക്കും, സീബ്ര ലൈനിൻ്റെ ഏരിയയിട്ട് ഗ്രീൻ കാണിക്കും. അതിനാണ് ആളുകൾ പോകുന്നത്. അത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ ചില സ്ഥലത്തുണ്ട് നമുക്ക് ഒരു പുഷ് ബട്ടൺ ഉണ്ട്. പുഷ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ അവിടെ പാസഞ്ചേഴ്സ് കുറവായിരിക്കും. കുറവുള്ള ഏരിയകളിൽ, കൂടുതലുള്ള ഏരിയയിൽ ഒരു ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ സീബ്ര ലൈനിൽ ഗ്രീൻ കാണിച്ചുകൊണ്ടിരിക്കും. മറ്റ് സിഗ്നൽ കാണിക്കണ പോലെ തന്നെ സീബ്ര ലൈനിൽ ഗ്രീനും ഇടയ്ക്ക് കാണിച്ചു വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതങ്ങനെ അല്ലാത്തതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആളുകൾക്ക് ഒരു ബട്ടൺ ഉണ്ടാവും അപ്പുറ സൈഡിൽ ഇപ്പുറ സൈഡിൽ. അപ്പോൾ ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അന്നേരം ഒന്ന് ഞെക്കി കഴിയുമ്പോൾ ഇത്ര സെക്കൻഡ് നേരത്തേക്ക് 10-15 സെക്കൻഡ് നേരത്തേക്ക് അവിടെ അത് ഗ്രീനാവും, മറ്റത് റെഡാവും. സീബ്ര ലൈൻ ഗ്രീനാവും, മറ്റത് റെഡാവും.
റോഡ് റെഡ് ആവും, സൈബർ ലൈൻ ഗ്രീൻ ആവും. അവരെ ഞെക്കണ സമയത്ത് ഒരു 15 സെക്കൻഡ് ചേർത്ത്, അപ്പോൾ ആ 15-20 സെക്കൻഡ് ഉണ്ട്. ആ സമയത്തിൽ നമ്മളത് ക്രോസ് ചെയ്തു. ഇങ്ങനെയാണ് സൈബർ ലൈനിൽ വിദേശ രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നത്. പഴയകാല ജീപ്പ് അത്. ഞാൻ ലൈറ്റ് ഇടാൻ പറ്റും. ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും ചെറിയ ലൈറ്റ് ഇടും. എതിരെ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. നല്ല മഴ പെയ്യുന്ന സമയത്ത് ബൈക്കിൽ പോകണവന് ഹെൽമെറ്റിലേക്ക് മഴ അടിച്ച് വീഴുമ്പോൾ ചിലപ്പോൾ അവന് കാണാൻ പറ്റില്ല എന്ന് കാരണം ഈ റോഡ് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അവനെ ഇങ്ങോട്ട് വന്ന് കുത്തി കയറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മഴ പെയ്യുമ്പോൾ ഇതിനൊരു ചെറിയ ലൈറ്റ് ഉണ്ട്, പാർക്ക് ലൈറ്റ്, അത് ഓണാക്കി ഇടുന്നതാണ് നല്ലത്. നല്ല മഴയാണെങ്കിൽ മെയിൻ ലൈറ്റ് ഓണാക്കി ഇടുന്നതാണ്. ഒരു ആവറേജ് ടു മീഡിയം മഴയ്ക്ക് ചെറിയ പാർക്ക് ലൈറ്റ് ഉണ്ട്, സ്മോൾ ടു മീഡിയം. ഹെവി റെയിനിന് മറ്റേ മെയിൻ ലൈറ്റ് തന്നെ ഓണാക്കണം പറ്റില്ല നമ്മൾ ഓടിക്കുന്നത്.